പ്രദേശവും AR നഗർ അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തും പ്രചാരണത്തിന്റെ 5 നിമിഷത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകൾ ഇവിടെ കുന്നംപുറത്തുനിന്ന് വന്നാണ്ട് പലതും പറഞ്ഞു മുസ്ലിം ലീഗുകാർ എന്താ മറുപടി അറിയാത്തത് എന്നൊക്കെ ഇവിടെ പല ആളുകൾ ഇങ്ങനെ ഇരുന്ന് പറയണ കേട്ടു. അപ്പൊ ചില കാര്യങ്ങൾ, അനിവാര്യമായ ചില കാര്യങ്ങൾ ഈ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ട് രാഷ്ട്രീയം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വർഷങ്ങളായി UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്ത് സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിന് സ്ഥിതി ചെയ്യുന്ന നാമീകരണം ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്ത്, ഒരു കേരളത്തിലെ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഏക പഞ്ചായത്ത് അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ വർഷങ്ങളായി ഭരണത്തിന് നേതൃത്വം കൊണ്ടുകൊണ്ടിരിക്കുന്ന UDF സംവിധാനം. ഈ UDF സംവിധാനം തെരഞ്ഞെടുപ്പുകളുടെ ഫലമായി പല സ്ഥാനാർത്ഥികളെയും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇതാണ് ഞങ്ങളുടെ ചിഹ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളും പല രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ചെയ്യും. പക്ഷേ AR നഗർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിഹ്നം കോണി മാത്രമാണ്. അതായത് മുസ്ലിം ലീഗ് എന്ന സംഘടന 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസിലെ രാജാജി ഹാളിൽ ജന്മം കൊണ്ടതിനു ശേഷം മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു തന്ന ചിഹ്നം കോണി. ആ കോണിയാണ് എവിടെയും കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിയിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് പറയുന്നു ഇതാണ് ഞങ്ങളുടെ ചിഹ്നം. പല സ്ഥലങ്ങളിലും പലരും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ ഒരു പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ 1-2 സ്ഥലത്ത് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. പക്ഷേ കേരളത്തിൽ ഒരു പക്ഷേ എവിടെയും കാണാത്ത ഒരു പ്രത്യേകത നമ്മുടെ പഞ്ചായത്തിനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. 21 വാർഡ് ഉൾക്കൊള്ളുന്നതാണ് ഇന്ന് AR നഗർ പഞ്ചായത്ത്, അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്ത്. ഈ 21 പഞ്ചായത്തിലും 21 വാർഡിലും പഞ്ചായത്തിന്റെ 21 വാർഡിലും ഞാൻ ഈ പറഞ്ഞ പോലെ ലീഗ് മത്സരിക്കുന്നത് കോണി ചിഹ്നത്തില്, കോൺഗ്രസ് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ. പക്ഷെ എവിടെയെങ്കിലും കേരളം 4.5 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി CPM. ഈ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കും, UDFന് നേരിട്ടുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഈ പഞ്ചായത്തിന്റെ 21 വാർഡിൽ എവിടെയെങ്കിലും CPM അതിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തില് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വണ്ടി എടുത്തിട്ട് ആരെങ്കിലും അറിയണമെന്നുള്ളവർ ഇവിടുന്ന് പോവാ പഞ്ചായത്ത് ഒന്ന് കറങ്ങാം, കാണാൻ പറ്റുന്നത്. CPM പോലെ ദേശീയ പാർട്ടി എന്നാ പറയുന്നത്. CPMന് എന്താ അത്ര മടി? പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ എന്താണ് സഖാക്കളെ ഞങ്ങൾക്ക് മടി? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അപ്പൊ അറിയാം, നിങ്ങൾക്ക് ജനം നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, പൊതുസമൂഹം CPMനെ വിലയിരുത്തിയിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രവുമായിട്ട് വന്നാല് ഇനി നിങ്ങളെ ഉടനെ പഞ്ചായത്തിക്കല്ല അല്ലെങ്കിൽ ഭരണസമിതിയിലേക്കല്ല ആ കത്തിയെടുത്തിട്ട് ആ അരിവാൾ ചുറ്റിക എടുത്തിട്ട് പാടത്തിറങ്ങിക്കോന്ന് പറയാൻ ജനം തയ്യാറായി നിൽക്കുക. അത് CPMന് അറിയാം. അവിടെ CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്തത്. അപ്പോ എന്റെ ഈ നാട്ടില്